എക്സാം പോയിന്റ് റിവിഷൻ ക്ലാസ്സസ് ക്ലാസ് 8 ബേസിക് സയൻസിൽ ഫിസിക്സിന്റെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 13 മാഗ്നറ്റിസം അഥവാ കാന്തികത എന്നുള്ളതാണ്. അപ്പോൾ മാഗ്നറ്റിസം അതിന്റെ എന്തൊക്കെയാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചത് എന്നുള്ളത് ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയായിരുന്നു? മാഗ്നറ്റുകൾ, മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ്, ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലെ? എന്താണ് ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതൊരു യു ഷേപ്പ് മാഗ്നറ്റിന്റെ കാര്യമൊന്നും ആയിരുന്നില്ല, എന്നാലും ആക്ടിവിറ്റി ബേസ് ചെയ്തും ക്വസ്റ്റ്യൻ വരാമെന്ന് ടീച്ചർ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു കേട്ടോ. അത് എന്താണ്? ഇരുമ്പ് തരികളാണ്, അയൺ ഫൈലിങ്സ് ആണ്, അത് മാഗ്നറ്റിലേക്ക് അട്രാക്റ്റഡ് ആവുന്നു. അപ്പോൾ എന്താണ് മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ മാഗ്നറ്റുകൾ അട്രാക്ട് ചെയ്യുന്നു. അയേൺ, നിക്കൽ പോലത്തെ വസ്തുക്കളെ മാഗ്നറ്റുകൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിസം അഥവാ കാന്തികത. നമ്മൾ പഠിക്കാൻ പോകുന്നത് എത്ര തരത്തിലുള്ള മാഗ്നറ്റുകൾ ഉണ്ട്. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ് കേട്ടോ ചാപ്റ്റർ. ഇത്രയും നമുക്ക് ഇങ്ങനെ തിരിക്കാം. ഇത്രയും വലിയൊരു ചാപ്റ്റർ, വലിയ ചാപ്റ്റർ അല്ല കേട്ടോ, ചെറിയൊരു ചാപ്റ്ററിനെ നമുക്ക് വെറും കുറച്ച് പോയിന്റ്സ് ആയിട്ട് തിരിക്കാം. അപ്പൊ എന്തൊക്കെയാണ് മാഗ്നറ്റുകൾ, മാഗ്നറ്റുകളുടെ ടൈപ്സ്, മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ്, എർത്ത് ഒരു മാഗ്നറ്റ് എന്നുള്ള രീതിക്ക് പറയാം. പിന്നെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് മാഗ്നറ്റൈസേഷൻ നടക്കുന്നത്, അങ്ങനെ കുറച്ച് ഹെഡിങ്സിന് താഴെ കുറച്ച് കാര്യങ്ങളെ ചാപ്റ്റർ പഠിക്കാനുള്ളൂ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി നോക്കിക്കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മാഗ്നറ്റ്സ്, അതിന്റെ ടൈപ്സ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നോക്കാലോ. അപ്പോൾ സ്വാഭാവിക കാന്തങ്ങളുണ്ട്, നാച്ചുറൽ മാഗ്നറ്റ്സ് അല്ലേ? നമുക്കറിയാം മാഗ്നറ്റിന്റെ പേര് വന്നിരിക്കുന്നത് ഗ്രീസിലെ ഐലൻഡിൽ നിന്നാണ്. ഗ്രീസിലെ ഐലൻഡായ മാഗ്നീഷ്യയിൽ നിന്നാണ്. അവിടെയാണ് മാഗ്നറ്റിക് ഓറുകൾ, അവിടെ നിന്നാണ് മാഗ്നറ്റിക് ഓറുകൾ കണ്ടെത്തിയെന്നുള്ള വിശ്വാസം നമുക്കുണ്ട് അല്ലെ? ആ ഓറുകളുടെ പേരാണ് മാഗ്നറ്റൈറ്റ് എന്നാണ് ആ ഓറുകളുടെ പേര്. അപ്പൊ നാച്ചുറലി മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള, അതായത് ആ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതാണ് ഈ ലോഡ് സ്റ്റോൺ എന്ന് പറയുന്നത്. നോക്കിക്കേ, പിൻസ് ഒക്കെ അതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതെന്താണ് ലോഡ് സ്റ്റോൺ. പണ്ട് ഈ ഒരു സ്റ്റോൺ സസ്പെൻഡ് ചെയ്യുമ്പോഴത്തേനും അത് വഴി നമുക്ക് കാണിച്ചു തരുമായിരുന്നു. ലീഡിങ് സ്റ്റോൺ, അതാണ് ലോഡ് സ്റ്റോൺ എന്നായിട്ട് മാറിയത്. അപ്പൊ എന്താണ്? മാഗ്നറ്റ്, നാച്ചുറലി മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണിത്. അതാണ് ലോഡ് സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പൊ നാച്ചുറൽ മാഗ്നറ്റ്സ് എന്താണ്? നാച്ചുറലി ഉണ്ടാവുന്ന മാഗ്നറ്റ്സ് ഡയറക്ട്ലി ഒബ്റ്റെയിൻ ഫ്രം നേച്ചറിൽ നിന്ന് കിട്ടുന്ന മാഗ്നറ്റ്സ്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്തായിരിക്കും? അതായത് കൃത്രിമ കാന്തങ്ങൾ എന്തായിരിക്കാം? കൃത്രിമ കാന്തങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ? നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഡിഫറെന്റ് ഷേപ്സിൽ ഹ്യൂമൻസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ലോഡ് സ്റ്റോണിന്റെ ഒരു പിക്ചർ ആണ് നിങ്ങൾ കണ്ടത്. നാച്ചുറലി മാഗ്നറ്റൈസ്ഡ് പീസ് ഓഫ് മിനറൽ മാഗ്നറ്റൈറ്റ്. ഓക്കെ, ഇങ്ങോട്ട് വരാം. മാഗ്നറ്റൈറ്റ് എന്താണ്? ഒരു കാന്തിക മാഗ്നറ്റിക് ഓർ ആണ്. ഓക്കെ, മാഗ്നറ്റിക് ഓറിന്റെ നാച്ചുറലി മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു പീസ് ആണ് എന്തെന്ന് പറയുന്നത്? ലോഡ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. അവരെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ലോഹക്കൂട്ട്, അലോയ്സ്, ആൽനിക്കോ, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇതുപോലത്തെ ലോഹങ്ങള് ഒരുമിച്ച് കൂട്ടി കൂട്ടുകൊണ്ടാണ് മാഗ്നറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്, കാന്തങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വൈദ്യുതി കടത്തി വിടുമ്പോൾ മാത്രം കാന്തങ്ങളായിട്ട് ആക്ട് ചെയ്യുന്നവയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റുകൾ എന്ന് പറയാറ്. ഓക്കെ, പല ഷേപ്പിലുള്ളതുണ്ട്. ചിലപ്പോൾ ഇതായിരിക്കാം പരീക്ഷയ്ക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നത്. എന്ത് തരം മാഗ്നറ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ വരാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് കാണാം ബാർ മാഗ്നറ്റ്, ബാർ കാന്തം, പിന്നെ കാന്ത സൂചി അല്ലെ? സെയിലിങ്ങിനൊക്കെ പോകുന്നവര്, യാത്രകളൊക്കെ പോകുന്നവര്, കടൽ യാത്രയൊക്കെ പോകുന്നവര് അവരെന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തില് കാന്ത സൂചി ഉപയോഗിക്കാറുണ്ട്. അതെന്ത് ചെയ്യുന്നു? അത് നമുക്ക് ഡയറക്ഷൻ, ദിശ കാട്ടിത്തരുന്നു. യു ഷേപ്ഡ് മാഗ്നറ്റ് ഉണ്ട്, സർക്കുലർ മാഗ്നറ്റ് ഉണ്ട്, ഡിസ്ക് പോലെ ഇരിക്കുന്ന മാഗ്നറ്റുകൾ ഉണ്ട്. ഓരോന്നിനും ഓരോ ആവശ്യത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. മാഗ്നറ്റ്സിന്റെ ഉപയോഗങ്ങൾ എന്താന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ എപ്പോഴും കാണുന്ന കാര്യങ്ങളിൽ മാഗ്നറ്റ്സ് കാണാം അല്ലെ? എന്തൊക്കെയാണത്? ക്രെയിനുകൾ, ഈ ജങ്കി ആയിട്ടുള്ള വേസ്റ്റ് ഒക്കെ കൊണ്ടിടുന്ന സ്ഥലത്ത് ക്രെയിനുകൾ കാണാറുണ്ട് അല്ലെ? ക്രെയിനുകളുടെ താഴെ ഒരു മാഗ്നറ്റിന്റെ പീസ് കാണാറുണ്ടല്ലോ. അതെന്തിനാണ്? മാഗ്നറ്റിക് ആയിട്ടുള്ള സാധനങ്ങളെ വേർതിരിക്കാനായിട്ടാണ് അങ്ങനെ ഒരു മാഗ്നറ്റ് അതിന്റെ താഴെയായിട്ട് ഘടിപ്പിക്കാറുള്ളത്. പിന്നെ എവിടെ മാഗ്നറ്റുകൾ കാണാം? കുഞ്ഞു കാര്യങ്ങൾ, നമ്മൾ എപ്പോഴും കാണുന്ന കുഞ്ഞു കാര്യങ്ങൾ എന്ത് കാണാൻ പറ്റും? ഫ്രിഡ്ജിന്റെ വാതിലുകൾ, ഗിഫ്റ്റ് ബോക്സുകൾ, പിന്നെ അതുപോലെ തന്നെ കുറെ അധികം മാഗ്നറ്റിക് ടോയ്സ് നമുക്കുണ്ടല്ലേ. അവിടെയൊക്കെ എന്ത് കാണാം? മാഗ്നറ്റ്സിന്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് വരാനുള്ളത് എന്തിലേക്കാണ്? മാഗ്നറ്റുകളുടെ പ്രോപ്പർട്ടി. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ? ഈ പറഞ്ഞതിൽ നിന്ന് ഈ ഗിഫ്റ്റിന്റെ ബോക്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ, ജുവല്ലറി ബോക്സ് ഒക്കെ അങ്ങനെ നമ്മൾ കാണാറുണ്ട്. അതിങ്ങനെ തുറന്നാല് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ
അത് അടഞ്ഞു പോകും, ലോക്ക് ആയിക്കോളും. നമ്മളായിട്ട് ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണ്, അതിനുള്ളിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, അവർ തമ്മിലൊരു ആകർഷണം ഉണ്ട് അല്ലേ. അപ്പോൾ മാഗ്നറ്റിന്റെ എന്ത് പ്രോപ്പർട്ടി മനസ്സിലാക്കാം, അട്രാക്ഷൻ. ഇനി എങ്ങനെയായിരിക്കും അട്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ എന്തായിരിക്കണം അവിടെ വേണ്ടത്? അതായത് ലൈക്ക് പോൾസ്, ഒരേപോലത്തെ പോൾസ്, സൗത്ത് പോളും. ഓക്കെ, അപ്പോൾ സൗത്ത് ധ്രുവവും ആണ് ഒരുമിച്ച് വരുന്നതെങ്കിൽ അത് അകലേക്ക് പോകും, റിപ്പൾഷൻ ആണ്. ഒരേപോലത്തെ പോൾസ് വന്നാൽ റിപ്പൾഷൻ ആണ്. രണ്ട് വ്യത്യസ്തമായ പോളുകൾ വന്നാൽ അവിടെ ആകർഷണമാണ്, അട്രാക്ഷൻ ആണ്. പിന്നെ രണ്ട് പോളുകൾ ഉണ്ട്, നമുക്കറിയാം അല്ലെ, നോർത്തും സൗത്തും പോളുകളാണ്. ഇനി നോർത്തും സൗത്ത് വന്നാൽ അട്രാക്ഷൻ, നോർത്തും വന്നാൽ റിപ്പൽഷൻ, സൗത്തും വന്നാൽ റിപ്പൽഷൻ. ഇതാണ് സംഭവിക്കുന്നത്. അടുത്തത് ഇതും കൂടി മനസ്സിൽ വെച്ചേക്കുക. ഒരിക്കലും നമുക്ക് മാഗ്നറ്റിനെ മുറിച്ച് ഒരു ധ്രുവം മാത്രമുള്ള മാഗ്നറ്റ് ആക്കി മാറ്റാൻ പറ്റില്ല. ഒരു പോള് മാത്രമായിട്ടുള്ള മാഗ്നറ്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. എത്ര തവണ മുറിക്കുന്നു അത്രയും തവണ അതിന് കൂടുതൽ പോൾസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ, സൗത്ത് നോർത്തും മുറിച്ചപ്പോൾ വീണ്ടും സൗത്ത് നോർത്തും, ഇവിടെ വീണ്ടും സൗത്ത് നോർത്തും, വീണ്ടും അതിനെ കഷ്ണങ്ങളാക്കിയപ്പോൾ അവിടെ വീണ്ടും അത് പോളുകളായി മാറിയിട്ടുണ്ട്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് എപ്പോഴും ഏത് ദിശയിലായിരിക്കും വന്ന് നിൽക്കുന്നത്, നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് അലൈൻ ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ എന്താണ്, മാഗ്നറ്റ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ഞാനിപ്പോ ഇമേജസ് കാണിച്ച പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ, സ്പീഡിൽ നമുക്കൊന്ന് നോക്കാം. രണ്ട് പോളുകളാണുള്ളത്, ക്ലിയർ ആണ്. അട്രാക്റ്റീവ് പ്രോപ്പർട്ടി, മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ അട്രാക്ട് ചെയ്യുന്നു അല്ലേ. എങ്ങനെയാണത്, നമ്മള് ഫോഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് റിവിഷൻസിൽ. ഫോഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ക്രിസ്മസ് റിവിഷനിലുള്ള ചാപ്റ്റർ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഫോഴ്സില് അതിൽ നമുക്ക് മനസ്സിലാക്കാം, മാഗ്നറ്റ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് അതിവിടെ നമുക്ക് കാണാം അല്ലെ. മാഗ്നറ്റ്സ് അതിന്റെ മാഗ്നറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, അയൺ നെയിൽ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ആയിട്ടുള്ള എന്ത് വസ്തു ആയിക്കൊള്ളട്ടെ, അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, അതിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഡയറക്റ്റീവ് പ്രോപ്പർട്ടി, ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് എങ്ങനെയായിരിക്കും, എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യുന്നത്. അൺലൈക്ക് പോൾസ് അട്രാക്ട്, ലൈക്ക് പോൾസ് റിപ്പൽ. ഓക്കെ, അതും ക്ലിയർ ആണല്ലോ. അടുത്തയിലേക്ക് പോവാം. കോമ്പസ് നീഡിൽ, കാന്ത സൂചി. അപ്പൊ ഇതുപോലെ മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു നീഡിലായിരിക്കും ആ ഒരു ഗ്ലാസിന്റെ കേസിൽ ഇരിക്കുക. ഓക്കെ അല്ലെ, അത് ഗ്ലാസിന്റെ കേസിലാണ് ഇരിക്കുന്നത്. ഇനി ആ കേസ് അങ്ങനെ കൊടുക്കാൻ കാര്യം എന്താണ്, വേറെ മാഗ്നറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും വസ്തുവാണ് അതിന് ആ ഒരു പുറത്തെ ഭാഗം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് ദിശ കാണിക്കില്ല, അതിന് അട്രാക്ഷൻ ഉണ്ടാവും അതുമായിട്ട്. മനസ്സിലായോ? ഗ്ലാസ് കൊണ്ടാണ് അതിന്റെ പുറത്തൊരു കവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് പകരം മാഗ്നറ്റ് ഉപയോഗിച്ചെങ്കിൽ എന്ത് പറ്റും, അവർ രണ്ടുപേരും തമ്മിൽ, നീഡിലും പുറത്തെ കവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന് വേറെ അധികം സബ്സ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യാത്തത്. ഇനി എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അറിയാലോ, ആ ഒരു ഡയറക്ഷൻ തിരിച്ചറിയാനായിട്ട്. ഇൻസ്ട്രുമെന്റ് വിച്ച് മേക്ക് യൂസ് ഓഫ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാലോ. എന്താണ്, ഇവിടെയാണ് കേട്ടോ. ഓക്കെ, അതെന്താണ് നമുക്ക് എന്താ എഴുതാൻ പറ്റുന്നത്, അതാണ് കോമ്പസ് നീഡിൽ അഥവാ കാന്ത സൂചി. അടുത്ത പ്രോപ്പർട്ടി എന്താണ്, പ്രോപ്പർട്ടി അല്ല, അടുത്ത പോയിന്റ് എന്താണ്, ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് ഫ്രീലി ഇൻസൈഡ് അലൂമിനിയം ഓർ പ്ലാസ്റ്റിക് കേസ്. ആ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അലൂമിനിയം കേസിൽ ഇരുന്നോണ്ട് അതിന് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ അത് നമുക്ക് ദിശ കാണിച്ചു തരുന്നു. ഇറ്റ് ഇസ് യൂസ് ടു ഫൈൻഡ് ഡയറക്ഷൻ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാമായി കേട്ടോ, കോമ്പസ് നീഡിലെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ആൻസർ ആയിട്ട് വരുന്ന രീതിക്കായിരിക്കും ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടാവുക. എന്താണ് ഇൻസ്ട്രുമെന്റ്, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുണ്ടാവുക. ഇനി മെഗ്ലേവ് ട്രെയിൻ. മെഗ്ലേവ് ട്രെയിനിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ആക്ടിവിറ്റി പറയാം. ടെക്സ്റ്റിലൊരു ആക്ടിവിറ്റി ആണ്, ചിലപ്പോൾ ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ട് ആക്ടിവിറ്റിയിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ ഈ ഒരു ബേസിസിൽ വർക്ക് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്ലേവ് ട്രെയിൻ ഉത്തരമായിട്ട് വരും. അപ്പോൾ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് റീഫിലുകൾക്കിടയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് റീഫിലുകളുണ്ട്, ഇതുപോലെ രണ്ട് റീഫിലുകൾ ഉണ്ട് എന്ന് കരുതുക. ഓക്കെ, പേനയുടെ ഒഴിഞ്ഞ റീഫിലുകൾ എടുത്തു എന്ന് കരുതുക. അതിൽ ഒരു ഭാഗത്തായിട്ട് മാഗ്നറ്റ് നമ്മൾ ഘടിപ്പിക്കുന്നു. ഓക്കെ, ഒരു ഭാഗത്തായിട്ട് മാഗ്നറ്റ് ഘടിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെയും ഒരു മാഗ്നറ്റ് ഉണ്ട് എന്ന് കരുതുക. ഓക്കെ, ഇതാണ് രണ്ട് റീഫിലുകൾ. ഇവിടെയും ഒരു മാഗ്നറ്റ് ഉണ്ട്, താഴെയും ഒരു മാഗ്നറ്റ് ഉണ്ട്. അപ്പൊ ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഉയർന്നിരിക്കുന്നത്, ഉറപ്പായിട്ടും റിപ്പൽഷൻ കാരണമാണ് അല്ലെ. റിപ്പൽഷൻ ഉള്ളതുകൊണ്ടാണ് ഉറത്തിന് മുകളിൽ അത് കോണ്ടാക്ട് ഇല്ലാതെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. അപ്പൊ ഇവര് തമ്മിൽ എന്തായിരിക്കാം, എന്ത് പോൾസ് ആയിരിക്കാം അവിടെ വരുന്നത്, ഇത് രണ്ടും റിപ്പൽ ചെയ്ത് നിൽക്കണമെങ്കിൽ, ഇപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഭാഗത്ത് നോർത്ത് പോൾ ആണെങ്കിൽ ഈ ഒരു ഭാഗത്തും നോർത്ത് പോൾ തന്നെയായിരിക്കും അല്ലെ, അപ്പുറത്തും അതുപോലെ തന്നെ ആയിരിക്കും. എന്നാലാണ് അവിടെ
റിപ്പൾഷൻ നടക്കുള്ളൂ. ലൈക്ക് പോൾസ് വന്നാലാണ് റിപ്പൾഷൻ നടത്തുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഫോഴ്സുകൾ, റിപ്പൾഷൻ കാരണമുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? അതിനൊരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മെഗ്ലേവ് ട്രെയിൻ. ഓക്കെ, മെഗ്ലേവ് ട്രെയിൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിൻസ്. അതെന്താണ്? വീൽസ് ഇല്ലാതെ വേഗത്തിൽ മൂവ് ചെയ്യുന്ന ട്രെയിൻസ് ആണ്. അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, ട്രെയിനില് അവിടെ എന്താണ്, ട്രെയിനിന് താഴെയായിട്ട് ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്. അത് കാരണം എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലമുണ്ട്. അതുപോലെ തന്നെ റെയിൽസിനും എന്തുണ്ട്? അതിലും പ്രത്യേക രീതിയിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കാണ് റെയിൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ രണ്ടിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആ ഒരു ഇന്ററാക്ഷൻ കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ട്രെയിനിന് ടച്ച് ചെയ്യാതെ, വീൽസ് ഇല്ലാതെയും എന്ത് ചെയ്യാൻ പറ്റും? സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റും. അതാണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടം വരെയുള്ള ഭാഗങ്ങൾ ക്ലിയർ ആയോ? മാഗ്നറ്റിന്റെ പ്രത്യേകതകള്, അതുപോലെ തന്നെ ആ റിപ്പൾസീവ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അല്ലെ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിൻസ്. ലെവിറ്റേഷൻ എന്നുള്ളത് എന്താണ്? റിപ്പൾഷൻ എന്ന ഒരു കാര്യം തന്നെയാണ്, ആ ഒരു അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാലും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ആലോചിച്ച് നോക്കിയാൽ അതിനെ എങ്ങനെ തന്നെയാണ് പറയേണ്ടത്? മാഗ്നറ്റിക് ലെവിറ്റേഷൻ. ഓക്കെ, അപ്പൊ അടുത്ത പാർട്ടിൽ നമുക്ക് ഇതിന്റെ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.